നേരത്തെയൊക്കെ സർവീസ് ഡിലേ ആവുന്ന ഒരു ഇഷ്യൂ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സർവീസിന് വണ്ടി എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു 200cc ബൈക്കിന്റെ പെർഫോമൻസിനെ വെച്ച് മാച്ച് ചെയ്യാം. അപ്പോൾ ഇതൊരു സിസ്റ്റം ആവാതെ ഓല എടുത്തു കഴിഞ്ഞാൽ പെടും. നമ്മൾ നോർമൽ മോഡിലിട്ട് ഫുൾ ടൈം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് 80ക്ക് താഴെ ഓടിച്ചാലും നമുക്ക് ഈ ഹൈപ്പറിൽ പറയുന്ന 107 എന്നുള്ള റേഞ്ച് പോലും കിട്ടില്ല. ചെയ്യാൻ പറ്റുമെങ്കിൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കാം. നമ്മുടെ അടുത്ത് നിന്നുള്ളത് ഓലയുടെ S1 Pro ജനറേഷൻ 3. പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട് വാങ്ങിയ നമ്മുടെ സ്വന്തം വണ്ടിയാണ്. ഇപ്പോൾ ഒരു 1 ഇയർ 10,000 കിലോമീറ്ററായി. അപ്പോൾ ഒരു 10,000 കിലോമീറ്ററിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ പ്ലസ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്. ആൻഡ് ഇറ്റ് ഹാസ് സെർട്ടൻ ഡൗൺ സൈഡ് ഓൾസോ. പക്ഷെ ഫ്യൂച്ചർ എന്തായാലും EV തന്നെയാണ്. സോ ഇപ്പോൾ ഒരു 10,000 കിലോമീറ്റർ ഓടിച്ചതിന്റെ ബേസിൽ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. പോസിറ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ആക്സിലറേഷൻ ആണ്. നമ്മളൊരു നോർമൽ സ്കൂട്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആക്സിലറേഷനെ എല്ലാ വണ്ടിയുടെ ഒരു 200cc, നിങ്ങൾക്ക് ഒരു 200cc ബൈക്കിന്റെ പെർഫോമൻസിനെ വെച്ച് മാച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ നോർമൽ മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 80ൽ നോർമൽ മോഡ് കട്ടാണ്, ദാറ്റ്സ് ഓക്കെ. ആൻഡ് രണ്ടാമത്തെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ABS വരുന്നുണ്ട്. സിംഗിൾ ചാനൽ ABS ആണ് ആക്ച്വലി. ആൻഡ് നമ്മുടെ ഷോറൂമിൽ ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോഴും ഡ്യുവൽ ചാനൽ അടുത്ത അപ്ഡേറ്റിൽ ഡ്യുവൽ ചാനൽ ABS ആവുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്കത് അവരുടെ അറിവില്ലായ്മയായിട്ട് തോന്നി. ഇതിന്റെ ഫേംവെയറിൽ ഫീച്ചർ കമ്മിങ് സൂൺ എന്നുള്ള രീതിയിൽ റെയർ ABS കമ്മിങ് സൂൺ എന്ന് പറയുന്നു. ആക്ച്വലി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ബാക്കിൽ വീൽ സ്പീഡ് സെൻസർ വെച്ചിട്ടില്ല. വീൽ സ്പീഡ് സെൻസർ ഇല്ലാതെ എങ്ങനെയാണ് ABS വരുന്നതെന്ന് അറിയില്ല. മേ ബി ഓലയുടെ സൈഡിൽ നിന്നൊരു ക്ലാരിറ്റി കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും. സോ തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ലുക്കാണ്. ലുക്കൊക്കെ ഡിപ്പെൻസ് ആണ്, എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ലുക്ക് വളരെ കൺവിൻസിങ് ആണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഒരു കൂൾ ഡിസൈൻ സ്കൂട്ടർ, ഒരു കൂൾ ലുക്കിംഗ് സ്കൂട്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഓല എടുക്കുന്നത് തന്നെ. നമ്മളിപ്പോൾ ഒരു ത്രോട്ടിൽ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ത്രോട്ടിൽ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടിക്ക് ഒരു പിടുത്തമുണ്ട്. റീജനറേഷൻ ബ്രേക്കിംഗ് ആണ്. അതിന്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയാണ്. ഫ്രണ്ടിലേക്ക് റോൾ ചെയ്ത് കഴിഞ്ഞാൽ റീജൻ കൂടും. നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റീജനറേഷൻ കിട്ടുകയും റേഞ്ച് അതനുസരിച്ച് കൂടുകയും ചെയ്യും. അപ്പോൾ ബ്രേക്ക് ഒരു കാരണവശാലും മറക്കരുത്. ഈ റീജനറേഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രേക്കിൽ ഒരു കൈ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇതുപോലൊരു പവർഫുൾ ആയിട്ടുള്ള ക്വിക്ക് ആയിട്ടുള്ള EV ഓടിക്കുന്ന സമയത്ത്. ആൻഡ് മൂവിങ് ടു ദ നെഗറ്റീവ് സൈഡ്, ഇതിന്റെ റേഞ്ച് ആണ് ഇപ്പോൾ ചാർജ് 83ൽ കാണിക്കുന്നത്. എക്കോ മോഡിൽ 190, നോർമലിൽ 150, സ്പോർട്സിൽ 134, ഹൈപ്പറിൽ 107. പക്ഷേ നമ്മൾ നോർമൽ മോഡിലിട്ട് ഫുൾ ടൈം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് 80ക്ക് താഴെ ഓടിച്ചാലും നമുക്ക് ഈ ഹൈപ്പറിൽ പറയുന്ന 107 എന്നുള്ള റേഞ്ച് പോലും കിട്ടില്ല. അതായത് ആവറേജ് ഒരു ഫുൾ ചാർജിൽ ഈ സ്കൂട്ടർ ഓടാൻ പോകുന്നത് 100 കിലോമീറ്റർ ആയിരിക്കും. ഇതൊരു നെഗറ്റീവ് സൈഡാണ്. കാര്യം നമ്മളെ പറയുന്ന IDC റേഞ്ച് കിട്ടില്ല എന്ന് നമുക്കൊരു പോയിന്റ് അതിൻ്റെ ഒരു തോട്ട് ഉള്ളതാണ് എല്ലാ EVയുടെ കാര്യത്തിലും, കാർസ് ആൻഡ് ബൈക്സ്. പക്ഷേ ഇത്ര ഡിപ്പാവുന്ന നമ്മൾ പ്രതീക്ഷയില്ലായിരുന്നു. നോർമൽ മോഡിലൊരു 120+ ഒക്കെ ഷുവറായിട്ട് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അത് ആക്ച്വലി കിട്ടുന്നില്ല. പിന്നുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലയുടെ സർവീസാണ്. നേരത്തെയൊക്കെ സർവീസ് ഡിലേ ആവുന്ന ഒരു ഇഷ്യൂ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സർവീസിന് വണ്ടി എടുക്കുന്നില്ല. നമ്മുടെ പ്രോക്സിമിറ്റിയിലുള്ള സർവീസ് സെന്ററിലെല്ലാം നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ ടെക്നീഷ്യൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ആക്ച്വലി അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ടെക്നീഷ്യൻസിനെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കേണ്ടെന്നാണ് ഇപ്പോൾ ബ്രാൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്ത് ഇനി വണ്ടി എടുക്കുന്നതിൽ അർത്ഥമില്ല. നിലവിൽ എന്തായാലും വണ്ടി ഓക്കെയാണ്. വണ്ടി ഈ ഒരു റേഞ്ച് ഇഷ്യൂ അത് അപ്ഡേറ്റുകളിൽ ഫിക്സ് ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ റേഞ്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചു. പക്ഷേ ഈ സർവീസ് സെന്ററിന്റെ ഇഷ്യൂ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. പിന്നെ ചെയിൻ ഡ്രൈവിന്റെ കുറച്ച് പോരായ്മകളുണ്ട്. വെച്ചാൽ ബെൽറ്റിന്റെ നെഗറ്റീവ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഇഷ്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും ചെയിൻ നമ്മൾ ഒരു സ്കൂട്ടർ യൂസറിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ഒരു ബേർഡനായിട്ട് ചെയിൻ കെയറിങ് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇത്ര ഓടിച്ച ഇതിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങൾക്കൊരു സജഷൻ തരാം. ഒരു കാരണവശാലും ഓല ഇനിയിപ്പോൾ എടുക്കരുത് ഉടനടിയൊന്നും. വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്, ഫീച്ചർ ലോഡഡ് ആണ്, പവർഫുൾ ആണ്. 2 ലക്ഷം രൂപ മുടക്കി ഒരു വണ്ടി മേടിച്ചിട്ട് 4-5 വർഷം ഷോറൂം വാറണ്ടി, എക്സ്റ്റൻഡഡ് വാറണ്ടി ഒക്കെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഇതുപോലൊരു ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്ത് വണ്ടി എടുത്തിട്ട് ടെക്നീഷ്യൻ ഇല്ലാന്നൊരു റീസൺ പറഞ്ഞ് സർവീസ് റിജക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവര് സർവീസിന്റെ കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി, അതായത് പല കാര്യങ്ങളിലും ഇങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ അവരൊരു പുതിയ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുന്നത് വരെ
നമ്മൾ ഓല എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ആക്ച്വലി അവർക്കും ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഒരുപാട് വണ്ടികൾ ഇറക്കിയപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോയതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവരുടെ വണ്ടി എടുക്കാതെ കുറച്ച് ആൾ ഇവർക്ക് പ്രോപ്പറായിട്ട് വർക്കുള്ള ടൈം കൊടുക്കാം. അത് കഴിയുമ്പോൾ നല്ല വണ്ടികൾ, നല്ല സർവീസ് വരും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ റേഞ്ചിൽ അത്യാവശ്യം ഒന്ന് ഓടിച്ച് തീർക്കാനുള്ള പരിപാടിയാണ്. തീർക്കാൻ വലിയ പാടൊന്നുമില്ല. നേരെ നോർമൽ സ്പോർട്സ് ഹൈപ്പർ ആഹാ ഇതിട്ട് കുറച്ചു നേരം ഓടിച്ച് കഴിയുമ്പോൾ തന്നെ റേഞ്ചിന്റെ കാര്യം തീരുമാനമായിക്കോളും. പക്ഷെ ആക്സിലറേഷൻ കൊള്ളക്കൊള്ളവരൊക്കെ എവിടെ നോക്കിയാണോ വണ്ടി എടുക്കുന്നത്. പക്ഷെ ആക്സിലറേഷൻ നമ്മളെ വല്ലാതെ ഹാപ്പിയാക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഓടിച്ച സ്കൂട്ടറിന്റെ ഓണറുടെ എക്സ്പീരിയൻസ് കൂടെ നമുക്കൊന്ന് എടുക്കാം. ദേ നിന്റെ സ്കൂട്ടർ. ഞാൻ ഓക്കെയാണ്. ഇപ്പോൾ 10,000 കിലോമീറ്റർ ആയി. ഇനി നിന്റെ എക്സ്പീരിയൻസ് പറ. ആസ് ആൻ ഓണർഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂ ഓല എടുക്കുന്നത് വെർത്താണോ? നിന്റെ എക്സ്പീരിയൻസ്. നല്ല ഓട്ടം ഉണ്ടെങ്കിൽ ഓടി ഊരാം. ഇല്ല, കമ്പനീനെ ഷോറൂമിനെ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ 10,000 കിലോമീറ്റർ ആയി. അപ്പൊ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സെയിലിന് വേണ്ടി വിളിക്കും, എന്നും വിളിക്കും. രാവിലെ എണീപ്പിക്കുന്ന തന്നെ സെയിൽസ്മാൻ ആയിരുന്നു തന്നെ. ഭയങ്കര സ്നേഹം. പിന്നെ വണ്ടി എടുത്തു കഴിഞ്ഞ് പിന്നെ വിളി ഒരു ദിവസത്തില് അങ്ങോട്ടൊന്നാക്കി. എന്തെങ്കിലും ഒരു വന്നാല് ഇടയ്ക്ക് എന്തെങ്കിലും വരും, ചെറിയ മോർണിംഗ് വരും. ഇപ്പൊ ആദ്യം എന്ന് പറഞ്ഞാൽ രാവിലെ എടുത്ത് കഴിയുമ്പോൾ വണ്ടി ഓഫ് ആവുമായിരുന്നു. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണം. അവർ പറയുന്ന 2 ദിവസം കൂടുമ്പോഴേക്കും എന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് എന്നാ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഹാങ് ആയൊക്കെ നിൽക്കും. ഇപ്പൊ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി ഷോറൂമിൽ നിന്ന്. കാഞ്ഞിരപ്പള്ളിയിലെ ഷോറൂമിൽ അടുത്ത സർവീസ് ആയി. ചെയ്യാൻ ടെക്നീഷ്യൻ ഇല്ല. 10,000 കിലോമീറ്റർ ആയി. ചെയിൻ ടൈറ്റ് ചെയ്യണം. ബാക്ക് ബ്രേക്ക് പാഡ് ഒരു 8,000-ലൊക്കെ ആയപ്പോ തന്നെ തീർന്നു. 6,000 ഒക്കെ ആയപ്പോ തന്നെ തീർന്നു. അത് മാറിയിട്ടില്ല. ഞാനിപ്പോ ഇതുവരെ ഇട്ട് ഓടിക്കുക. കാരണം മാറാന് ബാക്ക് ബ്രേക്ക് പിടിക്കാതെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ കാഞ്ഞിരപ്പള്ളി ഇല്ല. നിന്റെ ലൊക്കേഷൻ ആണെങ്കിൽ ഇവിടെ അടുത്തുള്ള, പിന്നെ പത്തനംതിട്ട ആണെങ്കിൽ അവിടെ ഇപ്പം സെയിൽസ് കുറവായതുകൊണ്ട് ക്ലോസ് ചെയ്തേക്കുമെന്നാണ് കാഞ്ഞിരപ്പള്ളിയിലെ ടെക്നീഷ്യനോട് പറഞ്ഞത്. പിന്നെ അടൂരിലും ടെക്നീഷ്യൻ ഇല്ല എന്നാ പറയുന്നത്. വിളിച്ചിട്ട് എടുക്കുന്നില്ല. വിളിച്ചിട്ട് എന്താണോ ആരും എടുക്കാൻ പോകുന്നില്ല. പുതിയ വണ്ടി ടെസ്റ്റ് ഡ്രൈവിനൊക്കെ കൊടുത്താൽ ഇങ്ങോട്ട് വിളിച്ചോളൂ. പിന്നെ വിളിച്ചോളൂ. അതെ അതെ അതെ. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ റേഞ്ചിന്റെ കാര്യം പറയുവാണെങ്കിൽ അതൊന്നും ആരും ഇവര് പറയുന്നൊന്നും നോക്കണ്ട. ഇപ്പൊ നോർമൽ മോഡിൽ ഈ വണ്ടി പറയുന്നത് ഇത് കിലോവാട്ടിന്റെ S1 Pro Plus ടോപ്പിന്റെ വണ്ടി. അപ്പം നമുക്ക് നോർമൽ മോഡിൽ 180-ഉം എക്കോ മോഡിൽ 240-ഉം ഒക്കെയാണ് കമ്പനി പറയുന്നത്. എനിക്ക് കിട്ടുന്നത് 100. എങ്ങനെ ഓടിച്ചാലും മോഡിൽ അങ്ങ് ഓടിക്കുക ഒരു 100 കിലോമീറ്റർ. അപ്പൊ 1% 1 കിലോമീറ്റർ കൂട്ടാം. ഒരു പെർസെന്റേജിന് 1 കിലോമീറ്ററിന് കണക്കില്ല. കാരണം നമ്മളിവിടെ ഈ ഹൈവേ കൂടെ ഒക്കെ 40-ലൊന്നും നടക്കുന്ന കാര്യമല്ല. അവര് പറയുന്നൊരു 40 കിലോമീറ്റർ സ്പീഡിൽ ഒറ്റയ്ക്ക് പോയാൽ ഒരു 50-60 കിലോ ഉള്ള ആള് വേണ്ടി. അപ്പൊ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ വണ്ടി ഒരാള്, നമുക്ക് വേണ്ടിയുള്ള വണ്ടി അല്ല. അങ്ങനെ ഒരാള് ഈ 40 പോയാൽ 200 കിലോമീറ്റർ കിട്ടും. അങ്ങനൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നോക്കേണ്ട കാര്യമില്ല. അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ 180. ഇത് നോർമലി കിട്ടുന്നത് 100. ഈ 4 kWh ബാറ്ററി അപ്പൊ 100 കിലോമീറ്റർ ഓടുന്ന ഓർത്ത് എടുക്കാം. അത് ഓർത്തേ എടുക്കാവുള്ളൂ. അപ്പൊ ഇതൊരു സിസ്റ്റം ആവാതെ ഓല എടുത്തു കഴിഞ്ഞാൽ പെടും. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആവാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് അത് ചെയ്തു കൊടുക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. എടുത്തോരോ ഭയങ്കര മോശം അഭിപ്രായം എല്ലാവർക്കും. എടുത്തോര് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ പിന്നെ ആരെടുക്കാനാ? ഇതിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഓഫ് ആയി പോവോ, ഇപ്പൊ നമ്മുടെ ഡിസ്പ്ലേ ഹാങ് ആവുകയൊക്കെ ചെയ്താലും ഞാനും പെട്ടുപോകും. ഒന്നും ചെയ്യാനില്ല. വണ്ടി കൊണ്ട് അവിടെ ഇടുക 3-4. ഇപ്പൊ എനിക്കറിയാം 2-3 മാസമായിട്ട് വണ്ടി കിടക്കുന്നവരുണ്ട് ഇപ്പോഴും ഉണ്ട് ഷോറൂമില്. അവസ്ഥയൊന്നും ഇതുവരെ മാറിയിട്ടില്ല. ഒരു രക്ഷയില്ല. പക്ഷെ ഈ വണ്ടി എടുക്കുന്നത് എല്ലാരും എന്നോട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും ഞാനിത് എടുത്തത് നമ്മുടെ ഷോറൂമിൽ അവരെ വിശ്വസിച്ചു. എനിക്ക് വണ്ടി വിറ്റവൻ ജോലി മാറിപ്പോയി, രക്ഷപ്പെട്ടു പോയി. അപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഏതായാലും മേടിച്ചു നമ്മള് ഉപയോഗിച്ച് നോക്കുക. ഇതുവരെ പോകും നമുക്ക് നോക്കാം. അപ്പൊ വണ്ടി നല്ല വണ്ടിയാണ്. ഷോറൂം ഒന്ന് സെറ്റപ്പ് ആവുന്നിടം വരെ ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാടും. ഇത് കംപ്ലൈന്റ് വന്നാൽ ഇത് ഷോറൂമാർക്ക് ഇത് റെഡിയാക്കി തരാനുള്ളതുള്ളൂ. അവര് ടെക്നീഷ്യൻ ഇല്ല. എനിക്കറിയത്തില്ല ഇതിന്റെ ഒരു ടെക്നീഷ്യനെ കിട്ടാൻ ഇത്ര പാടാണോ എന്നുള്ള കാര്യം. ഒരുപാട് പേര് ജോലി കേട്ട് പോകുന്നതായിരിക്കും. കേരളത്തിൽ ടെക്നീഷ്യൻ ഇല്ലെന്നൊക്കെയാ പറയുന്നത്. ഇല്ല, ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും നീ ഹാപ്പിയാണ്. ഇതുപോലുള്ള സജഷൻസ് ഇനിയും ഉണ്ടാവും. അപ്പൊ ഞാൻ പോവാട്ടോ. വീട്ടിൽ പോകാനുള്ള റേഞ്ച് ഉണ്ടല്ലോ. ഓക്കെ, 30 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്ക് 64 ഉള്ളു മിച്ചം. നമുക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. അപ്പൊ ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കും.